ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു. ഇന്നത്തെ എൻ്റെ ഒരു ഗെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇന്നൊരു വിഷു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വിഷു എന്ന് പറഞ്ഞാൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു ആഘോഷം തന്നെയാണ് അല്ലേ? കാരണം നമ്മുടെ അടുത്ത ഒരു വർഷം മുഴുവനും ആശ്രയിച്ചിരിക്കുന്നത് ഈ ഒരു വിഷു ദിനത്തെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിഷുക്കണി ഒരുക്കി, വിഷു സദ്യ ഒരുക്കി, വിഷു കൈനീട്ടം, വിഷു പുടവ, അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കൽ, അങ്ങനെ പല പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൊണ്ട് നമ്മൾ സമൃദ്ധമാക്കിയിരിക്കുകയാണ് വിഷു എന്ന് പറയുന്ന ദിവസം. പക്ഷേ നിർഭാഗ്യവശാൽ ഇത്തവണത്തെ വിഷു കോവിഡ് എന്ന മഹാമാരിയിൽ ലോകം മുങ്ങി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് എത്രമാത്രം നല്ല രീതിയിൽ അല്ലെങ്കിൽ എത്ര വലിയ രീതിയിൽ നമുക്ക് ആഘോഷിക്കാൻ പറ്റുമോ എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്നവർ പലരും കാണും. എങ്ങനെയാണ് ഇത്തവണ ഇനിയിപ്പം ഫ്രൂട്ട്സും പച്ചക്കറികളും ഒക്കെ വേണം വിഷുക്കണി ഒരുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ മെയിൻ ഘടകമാണ് കണിക്കൊന്ന പറിക്കാനൊക്കെ അന്നത്തെ വൈകുന്നേരം ഇറങ്ങി ഓടി നടക്കുന്ന ആ ഒരു കാഴ്ചയും ആ ഒരു എക്സ്പീരിയൻസും ഒക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇത്തവണ നമ്മൾക്ക് ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരിക്കേണ്ട ഒരു സാഹചര്യമാണ്. നമ്മുടെ സാഹചര്യങ്ങളെ ഉൾക്കൊണ്ട് തന്നെ ഇത്തവണത്തെ വിഷു എങ്ങനെ കൊണ്ടാടും അല്ലെങ്കിൽ എങ്ങനെ ആഘോഷിക്കും, വിഷുക്കണി എങ്ങനെ ഒരുക്കും എന്നൊക്കെ കരുതി ആശങ്കപ്പെട്ടും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇനി വിഷുക്കണി ഒരുക്കുന്നില്ല, ഇനി ഇതിൽ കൂടുതൽ എന്ത് വിഷു എന്ന് വരെ ചിന്തിച്ചിരിക്കുന്നവരായിരിക്കും നമ്മൾ. പക്ഷെ അങ്ങനെ വിഷമിച്ചൊന്നും ഇരിക്കണ്ട. നമ്മൾ മലയാളികൾക്ക് വിഷുക്കണി കാണാതെ എന്താഘോഷമല്ലേ? അതുകൊണ്ട് നമുക്ക് ഒരു വിഷുക്കണി ഒരുക്കാം എന്ന് കരുതി പുറത്തിറങ്ങി പച്ചക്കറി വാങ്ങിക്കാനാ, ഫ്രൂട്ട്സ് വാങ്ങിക്കാനാ, കണിക്കൊന്ന പറിക്കാനാന്ന് പറഞ്ഞൊന്നും പുറത്ത് പോയേക്കരുത്. അറിയാമല്ലോ, ലോക്ക്ഡൗൺ പീരീഡാണ്. മിസ്റ്റർ ഡ്രോൺ ആകാശത്തൂടെ വിഹരിക്കുന്ന സമയമാണ്. എന്തിനാ വെറുതെ പോലീസുകാരുടെ കയ്യിൽ ചെന്ന് പെടുന്നത്? പക്ഷെ ഇതൊന്നും ഇല്ലാതെ നമുക്ക് വിഷുക്കണി ഒരുക്കാം. ഇപ്പോഴത്തെ ആളുകൾ, ഞാൻ ഉൾപ്പെടുന്ന ഈ ഒരു സമൂഹം, ഇന്ന് ഇങ്ങനെ തിരക്കൊക്കെ പിടിച്ചു പോകുന്ന ടൈമിൽ നമ്മൾ പെട്ടെന്ന് ഓഫീസിൽ നിന്നൊക്കെ തിരിച്ചു വന്ന് പെട്ടെന്ന് മാർക്കറ്റിലോട്ട് പോയി കുറേ പച്ചക്കറികൾ പെട്ടെന്ന് വാങ്ങിച്ച്, ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച്, ഇപ്പോൾ കണിക്കൊന്നയും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതും വാങ്ങി നമ്മൾ ഓടി വന്ന് നമ്മുടെ ഉരുളിയും പാത്രമൊക്കെ നിറച്ച് സമൃദ്ധമായ ഒരു വിഷുക്കണി അങ്ങോട്ട് ഒരുക്കുകയാണ്. ശരിക്കും വിഷുക്കണി അങ്ങനെയാണോ ഒരുക്കേണ്ടത്? നമ്മുടെ തൊടിയിലുണ്ടാവുന്ന കായ്കനികളും ഭക്ഷ്യവസ്തുക്കളും ഒക്കെ തന്നെയാണ്, ധാന്യങ്ങളും ഒക്കെയാണ് നമ്മൾ നമ്മുടെ ഉരുളിയിൽ നിറയ്ക്കേണ്ടത്. ഇതൊന്നുമല്ലാതെയും നമുക്കൊരു വിഷുക്കണി ഒരുക്കാം. നിറഞ്ഞ മനസ്സോടെ ലളിതവും എന്നാൽ ഭക്തി കൊണ്ട് സമൃദ്ധവുമായ ഒരു വിഷുക്കണി. സോ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ഇത്തവണത്തെ എൻ്റെ വിഷുക്കണി ഒരുക്കുക എന്നാണ് കാണിക്കാൻ പോകുന്നത്. അത് തന്നെയുമല്ല, ഇത്തവണ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ എൻ്റെ വീട്ടിലെ വിഷുക്കണി എങ്ങനെയാണ് എന്നൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ഓരോ നാട്ടിലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കുമല്ലോ. സോ ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ഇത്തവണത്തെ വിഷുക്കണി ഒരുക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സോ നമുക്ക് വിഷുക്കണി ഒരുക്കാം. അപ്പോൾ നമുക്ക് കണി ഒരുക്കാം. ആദ്യം തന്നെ ഒരു വെള്ളമുണ്ട് വിരിച്ചിട്ടുണ്ട്. മഞ്ഞപ്പട്ടോ വെള്ളമുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വിരിച്ചതിന് ശേഷമാണ് നമ്മൾ കണി ഒരുക്കാൻ തുടങ്ങേണ്ടത്. അതിന് ശേഷം അതിലേക്ക് നമുക്ക് കൃഷ്ണവിഗ്രഹം വെച്ച് കൊടുക്കാം. ആദ്യം കൃഷ്ണവിഗ്രഹം വെച്ചതിന് ശേഷം വേണം നമ്മൾ കണി ഒരുക്കാനായിട്ട്. കൃഷ്ണവിഗ്രഹം വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൃഷ്ണവിഗ്രഹം പടിഞ്ഞാറോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ വേണം വയ്ക്കാനായിട്ട്. നമ്മൾ കണി കാണേണ്ടത്, കൈനീട്ടം വാങ്ങേണ്ടതും കിഴക്കോട്ട് നോക്കി വേണം. പിന്നീട് അതിലേക്ക് എൻ്റെ കയ്യിൽ മയിൽപ്പീലി ഉണ്ടായിരുന്നു, അപ്പോൾ മയിൽപ്പീലി ചൂട് കൊടുത്തിട്ടുണ്ട് ഭഗവാന്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മയിൽപ്പീലി ചൂടുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്കൊരു താലത്തിൽ വിളക്ക് വെച്ച് കൊടുക്കാം. വിളക്ക് വയ്ക്കുമ്പോൾ 5 തിരിയിട്ട് വേണം നമ്മൾ വിളക്ക് കത്തിക്കാനായിട്ട്. 5 തിരിയിട്ട് വിളക്ക് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തായിട്ട് തന്നെ ഒരു താലത്തിൽ വയ്ക്കണം. ഇനി നമുക്ക് ഓട്ടുരുളിയാണ് ശരിക്കും വേണ്ടത്. നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ, നമ്മുടെ സൗകര്യം അനുസരിച്ച്. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതനുസരിച്ച് ഒരു ബേസിനോ ട്രേയോ അങ്ങനെ എന്താണെന്ന് വെച്ച് വയ്ക്കാം. ഇനി അതിന് ശേഷം അതിലേക്ക് ഉണക്കലരി ഇടുക. അത് ഉണക്കലരി ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന അരി ഏതാണോ അത് അതിലേക്ക് നിറയ്ക്കുക. അതിനുശേഷം നമുക്ക് തേങ്ങ പൊട്ടിച്ച്
വെച്ച് കൊടുക്കാം. ഇപ്പം തേങ്ങ വയ്ക്കുമ്പം സാധാരണ അതിലേക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒന്നുകിൽ നമ്മൾ തിരിയിട്ട് കത്തിക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ നാണയം വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പം ഞാനിവിടെ നാണയമാണ് വെച്ച് കൊടുക്കുന്നത്. 2 മുറിയിലും ഓരോ നാണയം വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പതുക്കെ പച്ചക്കറികളൊക്കെ വെച്ച് തുടങ്ങാം. അപ്പോൾ പച്ചക്കറികൾ വയ്ക്കുമ്പോൾ എനിക്ക് അതില്ല ഇതില്ല എന്നൊന്നും കരുതി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അതങ്ങോട്ട് വെക്കുക. എൻ്റെ കയ്യിൽ കണിക്ക് നമ്മൾ സാധാരണ വയ്ക്കുന്ന ഏറ്റവും പ്രശസ്തമായ കണിവെള്ളരിക്കൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട്, നമ്മുടെ ഭക്തിയാണല്ലോ ഏറ്റവും വേണ്ടത്, ഭഗവാൻ അറിയാമല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താണോ നിറഞ്ഞ മനസ്സോടെ ഭഗവാന് വേണ്ടി കാഴ്ചവെക്കുന്നത് അതായിരിക്കും ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ കണി ഒരുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. മാങ്ങ വെച്ചിട്ടുണ്ട്. ശരിക്കും മാമ്പഴമാണ് വെക്കേണ്ടതെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വിഘ്നേശ ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള പഴങ്ങളിലൊന്നാണ് മാമ്പഴം. അതുപോലെ ചക്ക, ഇതൊക്കെ വിഘ്നേശ ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അതുപോലെ വാഴപ്പഴം ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് വാഴപ്പഴം, അതും കദളിപ്പഴം. എൻ്റെ കയ്യിൽ ചക്കയും മാങ്ങയും ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ വെച്ചാണ് തൃപ്തിപ്പെടുന്നത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള പച്ചക്കറികൾ. അതുപോലെ ഒരു തണ്ണിമത്തൻ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് നമ്മൾ ആദ്യം ഒന്ന് സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഈ താലം വെക്കാം. ഇതിൽ ഇപ്പോൾ ഉള്ളത് മീനാക്ഷി വിളക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഉള്ളവരൊക്കെ വെക്കുക, ഇല്ലാത്തവർ അത് കുഴപ്പമില്ല. എൻ്റെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് പറ നിറച്ച് നമുക്ക് വയ്ക്കാം. അതിനുശേഷം ഇപ്പം വേണ്ട ഈ കാണുന്നത് സിന്ദൂര ചെപ്പും പിന്നെ ഒരു ഭസ്മ ചെപ്പും ഞാൻ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കണി കാണണം എന്നാണ് എൻ്റെ ഒരു ഐതിഹ്യം. പിന്നെ കൺമഷി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചന്ദനം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കിണ്ടിയിൽ വെള്ളം വയ്ക്കാം. അപ്പം അത് വയ്ക്കുമ്പം ഇതിൻ്റെ വാല് തെക്കൊഴിച്ച് വെക്കണം കേട്ടോ, കിണ്ടിയുടെ വാല്. അങ്ങനെയാണ് വെക്കേണ്ടത്. ഈ വെള്ളം എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജീവജലമല്ലേ. അപ്പം ജീവൻ്റെ ആധാരമായ ജലം കണ്ണിൽ തൊട്ട് ശുദ്ധമായിട്ട് വേണം നമ്മൾ കണി കാണാൻ എന്നാണ് അതിൻ്റെ ഒരു സങ്കല്പം. അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ കിണ്ടിയിൽ ഇങ്ങനെ വെള്ളം വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കസവ് മുണ്ട് വയ്ക്കാം. കസവ് മുണ്ട് വെച്ചു. ഇനി അതിലേക്ക് നമുക്കൊരു സ്വർണ്ണാഭരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ വയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു മാലയാണ് വയ്ക്കുന്നത്, നെക്ലേസ്. അതിൻ്റെ കൂടെ വെള്ളിയാഭരണം വയ്ക്കുന്നുണ്ട്. ഇത്രയും വെച്ചു. ഇനി നമുക്ക് വാൽക്കണ്ണാടി വെക്കണ്ടേ. വാൽക്കണ്ണാടി എന്തിനാണ് വെക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നിലവിളക്കിൻ്റെ ശോഭയിൽ തിളങ്ങി നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ പിന്നെ സമൃദ്ധി നിറഞ്ഞ ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെ കണ്ടതിന് അതിനൊപ്പം തന്നെ നമ്മുടെ മുഖം കൂടെ നമ്മൾ കാണണം. അതിനുവേണ്ടിയാണ് ഈ വാൽക്കണ്ണാടി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ധാന്യങ്ങൾ വയ്ക്കാം. നമ്മുടെ മലയാളികളുടെ കാർഷികോത്സവമാണല്ലോ വിഷു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ധാന്യങ്ങൾ, അതുപോലെ വിത്തുകൾ, ഈ വിഷു കഴിഞ്ഞിട്ട് നമ്മൾ വിത്ത് വിതയ്ക്കാനുള്ള ആ വിത്ത് എങ്ങാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, വിത്തുകളുണ്ടെങ്കിൽ അതും വെക്കാവുന്നതാണ്. ഇപ്പം ഞാൻ വെക്കാൻ പോകുന്നത് ധാന്യങ്ങളാണ്. നമ്മുടെ കയ്യിൽ ചെറുപയറും പരിപ്പ് വർഗ്ഗങ്ങൾ അങ്ങനെയൊക്കെ കാണുമല്ലോ, അതെല്ലാം കൂടെ വെക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ വിഷുക്കണിയൊക്കെ ആയി. വിഷുക്കണി ഒരുങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഒരു കുറവുള്ളത് പോലെ നിങ്ങൾക്ക് തോന്നുന്നല്ലേ, കണിക്കൊന്നയില്ല. ഇത്തവണത്തെ നമ്മുടെ വിഷുവിന് കണിക്കൊന്നയില്ല എന്നുള്ളൊരു സങ്കടത്തിലായിരിക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവരും. എൻ്റെ കയ്യിലും കണിക്കൊന്നയില്ല കേട്ടോ. പക്ഷെ നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അത് തുളസി മാല വെച്ച് അല്ലെങ്കിൽ തുളസി കതിരുകൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഭഗവാന് തുളസിമാല ഭയങ്കര ഇഷ്ടമാണ്. ശ്രീകൃഷ്ണന് ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ എന്തായാലും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ തുളസി കാണുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കണിക്കൊന്ന ഈ വർഷത്തേന് നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യാം.
പക്ഷെ ഞാനൊരു ട്രിക്ക് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തരാം കേട്ടോ. എൻ്റെ കയ്യിൽ മുല്ലപ്പൂക്കളോ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ആകെ തുളസി മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ പെയിൻറ് ചെയ്ത്, ഞാൻ തന്നെ വരച്ച് പെയിൻറ് ചെയ്ത് ഒരു കണിക്കൊന്ന ചിത്രം ഞാൻ എൻ്റെ കൂട്ടത്തിൽ വയ്ക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെയൊക്കെ നമുക്ക് ഇത്തവണത്തെ വിഷു തൃപ്തിപ്പെടാം. അപ്പം ഇനിയിപ്പോൾ കണിക്കൊന്ന കണ്ടില്ല എന്ന് വേണ്ട എന്ന് കരുതി ഞാനൊരു കണിക്കൊന്നയുടെ ചിത്രം അങ്ങ് വരച്ചു. സോ ഗൈസ്, ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, ഗ്രന്ഥക്കെട്ട് വെച്ചില്ല. അപ്പോൾ ഞാൻ ഇതാ കസവുമുണ്ടിൻ്റെ അടുത്ത് തന്നെ രാമായണം വെച്ച് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് ആ ഒരു ഗ്രന്ഥക്കെട്ടാണ് വയ്ക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷുക്കണി. ഇനി ഇതിൽ വിളക്കിൽ നമ്മൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമുള്ള 2 തിരി അന്ന് സന്ധ്യാസമയത്ത് തന്നെ നമ്മൾ കത്തിച്ചു വയ്ക്കും. അതിനുശേഷം ബാക്കി 3 തിരിയും രാവിലെ, എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിലെ മുതിർന്ന സ്ത്രീ ആരാണോ അവരാണല്ലോ കണി ഒരുക്കുന്നത്, അവർ രാവിലെ എണ്ണീറ്റ് ആ 3 തിരിയും കൂടെ കത്തിച്ചതിന് ശേഷമായിരിക്കും നമ്മളെ കണി കാണിക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഇത്തവണത്തെ ഞങ്ങളുടെ വിഷുക്കണി ഇങ്ങനെയാണ് ഞങ്ങൾ ഒരുക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ വളരെ ലളിതമായ ഒരു വിഷുക്കണിയാണ് ഇത്തവണയുള്ളത്. പക്ഷേ നമ്മൾ ഏറ്റവും സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടും കൂടിയൊക്കെയാണല്ലോ ഇത് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാൻ എന്ത് ആണെങ്കിലും അത് സ്വീകരിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ ആരും ഇത്തവണ എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് കരുതി വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും ഇതുപോലെ തന്നെ വിഷുക്കണി ഒരുക്കുക. എനിക്കിങ്ങനെ ഒരുക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഭഗവാന് ഏറ്റവും പ്രിയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വെച്ച് വിഷുക്കണി ഒരുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത്തവണ വിഷുക്കണി ഒരുക്കി COVID-19 എന്ന മഹാമാരിയിൽ നിന്നും നമ്മുടെ ലോകത്തെ മുഴുവനും രക്ഷിക്കാൻ വേണ്ടി താഴ്മയായിട്ട് പ്രാർത്ഥിക്കുക. ലളിതമായ ഒരു വിഷുക്കണി ഒരുക്കി ഇത്തവണത്തെയും വർഷാരംഭം നമുക്ക് കുറിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഇതുപോലെ ഒരു വിഷുക്കണി ഒരുക്കാൻ നിങ്ങൾക്കും സാധിക്കട്ടെ നേർന്നുകൊണ്ട് പുതിയൊരു വർഷാരംഭം, സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഒരു വർഷാരംഭം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിട പറയുന്നു. ടേക്ക് കെയർ ആൻഡ് ബൈ.